അപ്പം നല്ലൊരു അടിപൊളി സൺറൈസൊക്കെ കണ്ട് അല്ല വീഡിയോയിലേ പറഞ്ഞതാ നല്ലൊരു സൺറൈസൊക്കെ കണ്ട് നമ്മളിങ്ങനെ പതിയെ യാത്ര തുടരുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് എന്ത് പാലമായിരുന്നു? പാലത്തിന് പേരെന്തായിരുന്നു? കോട്ടപ്പുറം പാലം. കോട്ടപ്പുറം പാലത്തിൻ്റെ സൈഡിലാണ് നമ്മൾ നേരെ ഇനി യൂട്യൂബിലുണ്ട്. ഒരു തോണി പാസ് ചെയ്ത് പോകുമ്പോഴുള്ള ഓളം എങ്ങനെയാണ് വരുന്നത് കാണിച്ചാൽ കേട്ടോ. നല്ല ശാന്തമായി കിടക്കുകയാണ്. അത്ര കാര്യമായിട്ടൊന്നുമില്ല, അതാണ് അവസ്ഥ. നമ്മളെ ഇങ്ങനെ പിടിച്ച് നമ്മളങ്ങനെ കോട്ടപ്പുറം ജെട്ടിയിലോട്ടെടുത്തു. ഇവിടെ തന്നെ ഒരു മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കയറി അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചു എല്ലാം സെറ്റാക്കിയിട്ട് നമുക്ക് ഈ വഴി തന്നെ ഇറങ്ങി ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ അങ്ങ് പോയാൽ സത്താർ ഐലൻഡ് പിടിക്കാം. ഇതൊക്കെയാണ് ഇവിടുത്തെ മുസ്ലിംസ് ക്ലബിൻ്റെ വലിയ വലിയ ബോട്ടുകൾ. നമുക്ക് പതിയെ ആ ഒരു കടവിലോട്ട് ഇറക്കിയിട്ട് ഒന്ന് പുറത്തിറങ്ങാം. എങ്ങനെ രണ്ടാൾക്ക്? രണ്ടാൾ തന്നെ. രണ്ടാമത്തെ ആൾ കുറച്ച് വെയിറ്റ് ഉള്ള ആളാണെങ്കിൽ പറ്റില്ല. ഞാൻ മാഞ്ഞാലിന്ന്. ഇവിടെ കടകളും തുറന്നിട്ടുണ്ടാവില്ലേ നേരത്തെ? എന്തെങ്കിലും മേടിച്ച് വെക്കാം, എന്താ കിട്ടണം നോക്കട്ടെ ഞാൻ കുറച്ച്. അപ്പോൾ കോട്ടപ്പുറം മാർക്കറ്റ് സൈഡിലോട്ടാണ് വന്നേക്കുന്നത്. അവിടെ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ കിട്ടുമോ നോക്കണം. എപ്പോൾ നമ്മൾ വരുന്ന സമയങ്ങളും നമ്മൾ അടുക്കുന്ന സ്ഥലങ്ങളൊക്കെ അങ്ങനെ വല്ല കടകളൊന്നുമില്ല സ്ഥലമാവത്തില്ല. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ബാക്കി നോക്കാം. ഇപ്പോൾ ഒന്നും തുറന്നിട്ടില്ല ഇവിടെ എവിടെയും. ഇന്ന് ബുധനാഴ്ച മാർക്കറ്റില്ലാത്ത ദിവസമാണെന്ന് പറഞ്ഞത്. നല്ല അടിപൊളി രസമുള്ള സ്ഥലം കേട്ടോ. നമ്മൾ ഈ മണാലി മാൾ റോഡൊക്കെ പോയില്ലേ, അതുപോലത്തെ ഒരു ഫീലുണ്ട്. ഭയങ്കര ഒരു പഴയ ഹെറിറ്റേജ് പ്രോപ്പർട്ടികളും ആ ഒരു സെറ്റപ്പും നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള നടവഴികളും സ്റ്റെപ്പും പാർക്കും ഒക്കെ കൂടിയിട്ടുള്ളൊരു സെറ്റപ്പ്. എന്തായാലും അകത്തോട്ട് കയറി നോട്ടെ. കൂടുതലും പഴയ കാലത്തെ ബിൽഡിങ്ങുകൾ കേട്ടോ. കുറേയൊക്കെ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ കോട്ടപ്പുറം മാർക്കറ്റിൽ വന്നു, കടകളൊന്നും തുറന്നിട്ടില്ല. ഒരു ചായ. ഏതാ പള്ളി? കോട്ടപ്പുറം പള്ളി. ഞാൻ മാത്രമല്ല, മൊത്തത്തിൽ എല്ലായിടത്തും ഭയങ്കര സൈലൻസ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്കും വലിയ രീതിക്ക് ഒച്ചയിടാനോ ഉറക്കെ സംസാരിക്കാനോ ഒന്നും പറ്റാറുമില്ല. അങ്ങനത്തെ ഒരു മൂഡിലോട്ട് വരുത്തുമില്ല. അപ്പം ഞാൻ ഇവിടെ നിന്നാണ് നമ്മുടെ വാട്ടർവേ 3യുടെ ആ ഒരു സ്റ്റാർട്ടിങ് വരുന്നത്. ഈ ഒരു രീതിക്ക് ഇതിൻ്റെ നേരെ കാണുന്നത് എന്ത് തുരുത്തായിരുന്നു? തുരുത്തിൻ്റെ പേര് മറന്നു. ഈ തുരുത്ത് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡിലൂടെ പോയിട്ട് അങ്ങനെ വന്നിട്ട് സത്താർ ഐലൻഡിലോട്ട് കിടക്കാം. കാരണം സത്താർ ഐലൻഡിൻ്റെ ലെഫ്റ്റിലൂടെയുള്ളൊരു വഴിയിലൂടെ കയറിപ്പോകണം. അപ്പോൾ കുറേ ചുറ്റിയിട്ട് ചിലപ്പോൾ ഒരു ടേണിങ് വരും. അപ്പോൾ അതൊരു ഇച്ചിരി പ്രയാസമായിരിക്കും. അപ്പോൾ അതിൽ നല്ല നമ്മൾ നേരെ കാണുന്ന ഈ വഴിക്ക് ഇങ്ങനെ പോകാം. അപ്പോൾ മാപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ വാട്ടർവേ 3യിലെ മാപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എത്തി നമ്മൾ. അങ്ങനെ ഓരോരോ പോയിന്റുകൾ താണ്ടി നമ്മളിത് അടുത്തത് കോട്ടപ്പുറം പാലത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇത് ക്രോസ് ചെയ്തിട്ട് നമ്മൾ നേരെ സത്താർ ഐലൻഡ് ലെഫ്റ്റ് പിടിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നതായിരിക്കും. ഇപ്പോൾ വേലിയേറ്റം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ മേലത്തെ ഭാഗം അങ്ങോട്ട് ഒഴുകുന്നുണ്ട്, താഴേന്ന് ഉള്ളു വലിയുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ പുഴ ഇങ്ങനെ നിൽക്കുന്നത്. കാണുമ്പോൾ ഭയങ്കര കാമായിരിക്കും, പക്ഷേ താഴേന്ന് ഇങ്ങോട്ട് നല്ല കയറ്റമുണ്ട്. ഈ സമയത്തുള്ള വേലിയേറ്റത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അധികം ആ ഒരു രാത്രി കണ്ട ആ ഒരു തള്ളിച്ചയും ഭീകരതയൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ കാമായിട്ട് കിടക്കുകയും ചെയ്യും. കാരണം വലിയ കുഴപ്പമില്ല. സത്താർ ഐലൻഡും കഴിഞ്ഞ് നേരെ ഫ്രണ്ടിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അറബിക്കടലാണ്. 1.5-2 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ സത്താർ ഐലൻഡ് അവിടുന്ന് ഭാഗത്തുനിന്ന്. അത്ര ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ നേരത്തെ നിന്നോടത്ത് 3 കിലോമീറ്റർ അടുത്തുണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു ഭാഗത്തൂടെയാണ് ഇപ്പോൾ നമ്മളിന്ന് കടന്നു പോകാൻ പോകുന്നത്. ആ സൈഡിലും ചീനവലയും ആൾക്കാരൊക്കെ ഉണ്ട്. ഈ
ഈ വഴി പോയി കഴിഞ്ഞാൽ സത്താർ ഐലൻഡ് കഴിഞ്ഞ് നമ്മളിങ്ങനെ ക്രോസ് ചെയ്തിട്ട് വേണം ഇങ്ങനെ പോകാൻ. ഇതാകുമ്പോൾ സുഖമായിട്ട് പോവുകയും ചെയ്യാം. ഇവിടെ തിരക്കും കുറവായിരിക്കും. കുഞ്ഞൊരു ഇതാണ്, നല്ല കാറ്റും ഒരു പ്രത്യേക ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോരോ മൂടാട്ടോ പുഴയ്ക്ക്. ഈ ഭാഗങ്ങളിൽ വേറൊരു കുഴപ്പം, നമുക്കിവിടെ സ്റ്റേ ചെയ്യൽ അത്ര പോസിബിൾ അല്ല മീൻസ് അത്ര ഒരു സുഖമുള്ള കാര്യം ആയിരിക്കത്തില്ല. കാരണം നമ്മളിപ്പോൾ പോകുന്നത് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ സത്താർ ഐലൻഡിൻ്റെ സൈഡിലൂടെ ഉള്ള വഴിക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു സത്താർ ഐലൻഡിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ബോട്ടും ഫിഷിംഗ് ബോട്ടും ബാക്കിയുള്ള ചെറിയ ചെറിയ വള്ളങ്ങളൊക്കെ എഞ്ചിൻ വെച്ചിട്ട് നന്നായിട്ട് പാസ് ചെയ്യും, ഒരുപാട് എണ്ണം പാസ് ചെയ്യും. അപ്പോൾ നല്ല രീതിക്ക് ഓളം ഉണ്ടാവും. അപ്പോൾ അത് ശരിക്കും നമുക്ക് കിടക്കാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഒരു കുഞ്ഞു ഡിസ്റ്റർബൻസ് ആവും. നമ്മുടെ ഈ ഒരു സെറ്റപ്പിൽ കിടക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും കുറച്ചുകൂടി സേഫായിട്ട് അങ്ങനെയുള്ള ഏരിയയിൽ നിന്ന് മാറി നമ്മൾ കുറച്ചുകൂടി ഉള്ളിലോട്ട് കയറിയിട്ട് കിടക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ട്, കറക്റ്റ് സൈഡിൽ കൂടെ തന്നെ പാസ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ട് അതിൻ്റെ എഫക്റ്റ് നോക്കട്ടെ. കാരണം ഇനി വലിയ വലിയ ബോട്ടിലൊക്കെ വരാനുള്ളതല്ലേ. ഹായ്, വലിയ കുഴപ്പമില്ല. അങ്ങനെ നേരെ പാസ് ചെയ്ത് പോകുമ്പോൾ വലിയ കുഴപ്പമില്ല. ക്രോസ് ചെയ്ത് പോകുമ്പോഴാണ് ശരിക്കും ഇങ്ങനെ ഒരു ഇത് വരുന്നത്. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു, ഇനിയല്ലേ പൂരം. ഓരോ സ്റ്റെപ്പും നമ്മൾ നല്ല ശ്രദ്ധിച്ചാണ് എടുക്കുന്നത്. കറക്റ്റായിട്ട് ഓരോ സ്ഥലത്തെത്തുമ്പോഴും ആ സ്ഥലത്തെക്കുറിച്ചിട്ട് മാക്സിമം എല്ലാവരോടും ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് അവിടെയുള്ള ആൾക്കാരോട്. പിന്നെ മാപ്പ് നോക്കുന്നുണ്ട്, പിന്നെ പുഴയുടെ അവസ്ഥ ഒക്കെ നോക്കിയിട്ട് കാലാവസ്ഥ, മറ്റേ ടൈഡ് ടുഡേ, അതിൻ്റെ കയറ്റിറക്കം ഒക്കെ മാക്സിമം നോക്കുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ പറ്റാവുന്ന രീതിയിലൊക്കെ. അപ്പോൾ കെട്ടിക്കിടക്കാനുള്ള തൂണുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഇവിടെ നിന്നാണ് പോകുമ്പോൾ കുറ്റികൾ ഒരുപാടുണ്ടെന്നാണ് പറഞ്ഞത്. ഈ കാണുന്നതാണ് സത്താർ ഐലൻഡ്. ഐലൻഡിൻ്റെ ആ വഴി പോവാം, ഈ വഴിയും പോവാം, നമുക്ക് ഈ വഴി പോവാം. ഇതാണ് കുഞ്ഞ് ഒഴുക്കധികം ഇതില്ലാത്തൊരു സ്ഥലം. ഇവിടെയുള്ള ചേട്ടന്മാരാണ്, അവർ തന്നെ കുറേ നേരമായിട്ട് മീൻ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, കിട്ടുന്നില്ല. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കും ആ ഒരു മീൻ കിട്ടുമെന്നുള്ളൊരു വിശ്വാസമൊന്നുമില്ല. നമ്മൾ എവിടെയൊക്കെ കയറുമ്പോൾ ഇട്ട് നോക്കും. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് മീൻ പിടിക്കാൻ പോവാ, ചൂണ്ടെടുത്തു ഇതേപ്പം പിടിക്കുന്നൊക്കെ. പക്ഷെ എന്താ ചെയ്യാം, അവർക്ക് പോലും കിട്ടുന്നില്ല. പിന്നെ നമുക്ക് എങ്ങനെ കിട്ടുക? ഒരപ്പാപ്പൻ തോണിയൊക്കെ തുടങ്ങി വരുന്നു. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ എല്ലാം കൂട്ടി വെച്ചിട്ട് വേണം ഇവിടെ ഒരു 2 ഏക്കർ സ്ഥലം മേടിക്കാൻ. സത്താർ ഐലൻഡിൽ 2 ഏക്കർ സ്ഥലം മേടിച്ചിട്ട് ഒരു ഇടിവെട്ട് റിസോർട്ടും കടലിൽ പോകാൻ 4-5 ഫിഷിംഗ് ബോട്ടും പ്രൈവറ്റായിട്ട് കറങ്ങാൻ വേറൊരു കുഞ്ഞു ചെറിയ സെറ്റപ്പും അങ്ങനെ അങ്ങ് അടിച്ച് പൊളിച്ച് ഫാം ഹൗസും സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ എവിടെയെങ്കിലും കൂടാമെന്ന് വിചാരിക്കുക. അപ്പോൾ യൂട്യൂബിലെ വ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ട് കൂട്ടാൻ സഹായിക്കുക. എല്ലാവർക്കും ലൈക്ക് ഷെയർ ചെയ്യുക. കൂടുതലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അങ്ങോട്ട് കയറി റിച്ച് ആവട്ടെ. എന്നിട്ട് വേണം നിങ്ങളൊക്കെ വിളിച്ചു വരുത്തിയിട്ട്, എല്ലാവരും വിളിച്ചു വരുത്തിയിട്ട്, ഇപ്പം കാണുന്നവർ മാത്രമേ ഉള്ളേ, എല്ലാവരും വിളിച്ചു വരുത്തിയിട്ട് ഒരു ഗ്രാൻഡ് പാർട്ടിയൊക്കെ തരാൻ. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും വേറൊരു വട്ട് നടക്കില്ല. നോയിക്കോ, അതൊക്കെ നടത്തും. നമ്മളിപ്പോൾ ഒരു ബോട്ടിൽ ഇതുപോലെ കായലിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് കുക്ക് ചെയ്തുകൊണ്ട് പോകുന്ന രീതിയിലുള്ളൊരു ബോട്ടൊക്കെ ആയിട്ട് ഇറങ്ങണം എന്ന് ആഗ്രഹിച്ചില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വേർഷൻ, മിനി വേർഷൻ നമ്മൾ സെറ്റാക്കി. അപ്പോൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുക, എന്നിട്ട് അവസാനം നമ്മളെ കൊണ്ട് അത് എങ്ങനെ കൂട്ടിയാൽ കൂടുന്നുള്ള രീതിക്ക് അതിനെ സെറ്റാക്കിയിട്ട് അങ്ങ് മുന്നോട്ട് ഇറങ്ങുക. അതാണ് നടക്കത്തുള്ളൂ. നമ്മുടെ ബോട്ട് പോലത്തെ വേറൊരു സെറ്റപ്പ് കിടക്കുന്നു. ലൈറ്റ് അടിക്കുന്നത് ഞാൻ കാണാനില്ല. ഇതേപോലെ എന്തോ ഒരു സെറ്റപ്പാണ്. നല്ല സ്ഥലമാണ്, ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കായലും ഒരു 1-2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കടലും. അപ്പോൾ ഇവിടുന്ന് കടലിൽ പോകുന്നു, തിരിച്ച് ഇവിടെ തന്നെ വരുന്നു. വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ കെട്ടിയിടുന്നു. കുറേ കാലത്തെ മനസ്സിലുള്ളൊരാഗ്രഹമാണ്. ഇതൊക്കെ നല്ല ഏരിയ കേട്ടോ, താമസിക്കാനും ആൾക്കാരാണെന്നുണ്ടെങ്കിലും. ഈ പ്രദേശവാസികൾ കൂടുതൽ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാകുമ്പോഴേ കുറച്ച് രസമാണ്. എല്ലാവരും ഭയങ്കര എനർജി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ കൂടെ ജീവിക്കാൻ നമ്മുടെക്ക് ഭയങ്കര കുറേ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാം.
അപ്പോൾ നമ്മുടെ യാത്ര ഓരോ കുറ്റിയിൽ നിന്നും മറ്റേ കുറ്റിയിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മുന്നത്തൊക്കെ യാത്രയിൽ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗം ഇഷ്ടപ്പെട്ടു, അല്ലാതെ ഒരു നല്ല രസമുള്ള അല്ലെങ്കിൽ നല്ല ആൾക്കാരെ കൂടെ പറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ കുറേ ദിവസം നിൽക്കും. അതുപോലെയാണ് ഈ യാത്രയിൽ ഇതുപോലെ നല്ല നല്ല കുറ്റികൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ആ കുറ്റിയുടെ മേലെ 1-2 ദിവസം നിൽക്കും. അപ്പോൾ മാഞ്ഞാലിയിലൊരു കുറ്റി കിട്ടി, അവിടെ 4 ദിവസം നിന്നു. ഇപ്പുറത്ത് വന്നു, അവിടെ ഏകദേശം ഒരു ഫുൾ ഡേ നിന്നു. ഇനി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഒരു ഭാഗം ക്രോസ് ചെയ്ത് പോകണം എന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ എനിക്ക് കണ്ടിടത്തോളം വലിയ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. സൈഡിലൊക്കെ ഇപ്പോൾ ഉണ്ട്, അവിടെയൊക്കെ കുറ്റികളുണ്ട്. ഇവരൊക്കെ എവിടെയെങ്കിലും കെട്ടിയിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാവുന്നേ ഉള്ളൂ. സമയം 9:30 പിള്ളേരൊക്കെ സ്കൂളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പാലത്തുമ്മ കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. വീട്ടിൽ നിന്ന് എല്ലാവരും പുറത്തിയാടി പിള്ളേരെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേ പോണടാ മാമൻ്റെ ബോട്ട് പറഞ്ഞിട്ട് ഇറങ്ങി വരുന്നുണ്ട്. സെയിം സാധനം ഞാൻ പറഞ്ഞു, അതേ ഡയലോഗ് എന്നോട് പറഞ്ഞു. വേടാ നോക്കടാ മാമൻ്റെ ബോട്ട്. പിള്ളേരെ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഡയലോഗുകളുണ്ടല്ലോ, കഴിച്ചവനെ കൊണ്ടുപോകണം കേട്ടോ. ഞാനകത്തോട്ട് കയറ്റി ഇരുത്തിയിട്ട് ഫുഡ് കൊടുത്തോ? ഞാൻ കടയിൽ ഞാനേ കടയിൽ പോയിട്ട് വരാം. നമ്മുടെ നാട്ടിൽ തന്നെ എന്തൊക്കെ വൈവിധ്യങ്ങളല്ലേ. ഇങ്ങനെ ഉള്ളിലോട്ട് പോകുമ്പോൾ പല പല കാഴ്ചകളാണ്, നല്ല രസമുണ്ട്. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഈ ഒരു കായലും കടലുമായിട്ട് സംബന്ധിച്ച് കിടക്കുന്ന ജീവിതവും കാര്യങ്ങളൊക്കെയാണ്. കൂടുതൽ ആൾക്കാർക്കും എല്ലാ വീട്ടിൽ നിന്നും 1-2 പേര് എന്തായാലും ഈ ഒരു കായലും കടലുമായിട്ട് ബന്ധിച്ച് കിടക്കുന്ന ജോലിയിൽ ഏർപ്പെടുന്നവരാണ്. തുരുത്തിലോട്ട് പോകുന്ന വഴി, വണ്ടി പോകുന്ന വഴിയില്ല എന്നാണ് തോന്നുന്നത്, കുഞ്ഞു പാലാ തോന്നുന്നു. ഓട്ടോറിക്ഷ പോകുന്നുണ്ട്, ഒരു ഓട്ടോ അവിടെ കിടപ്പുണ്ട്. ഒരു കുഞ്ഞു കാറൊക്കെ കൊണ്ടുപോകാൻ പറ്റും. ചെറിയ കട കിട്ടി. അപ്പോൾ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല അവിടുന്ന്. തൽക്കാലം അത് മാഗി നമ്മുടെ എന്തെങ്കിലും ഒരു എമർജൻസിക്ക് വേണ്ടിയിട്ട് മേടിച്ച് വെച്ചതാണ്. അപ്പോൾ വഴി നോക്കി വെച്ചോ, ഇതാണ് നമ്മൾ മേടിക്കാൻ പോകുന്ന ഐലൻഡിലോട്ടുള്ള വഴി. ഈ ഒരു വഴിയിലൂടെ വരുന്ന വണ്ടി കൊണ്ട് വേണം വരാൻ. ഒരു കുഞ്ഞു കാറും കൊണ്ട് വന്നാൽ മതി. അതല്ലെങ്കിൽ ഇവിടെ ഇട്ട് വെച്ച് നടന്നു വരേണ്ടി വരും, അല്ലെങ്കിൽ ഇവിടുന്ന് വേറെ വണ്ടി വിളിച്ചോട്ട് ഓട്ടോ എന്തെങ്കിലും വിളിച്ചുകൊണ്ട് വരേണ്ടി വരും. അപ്പോൾ ഇങ്ങോട്ട് വേറെ ഇവിടുന്ന് വഴി അപ്പുറത്ത് കൂടെ വഴിയുണ്ടോ? അല്ല, ഇത് വഴിയുണ്ട് അല്ലേ? അല്ല, വണ്ടിയൊക്കെ വരുന്ന വഴി ഉണ്ടോ ചോദിച്ചതാ. ഞാൻ വന്ന വഴിയല്ലാതെ ഇത് വേറെ വഴി ഉണ്ടല്ലോ. തുരുത്തിലേക്ക് പോകാൻ ആ ഒരു കുഞ്ഞു വഴി മാത്രമല്ല, അതിലൂടെ പോകുന്ന ചെറിയ വണ്ടി മാത്രമേ പോകുള്ളൂ. നിങ്ങൾ നേരെ പോയ അറബിക്കടല്, അവിടെ നിന്ന് നേരെ പോയ ദുബായ് പോയിട്ട് മാമനെ കണ്ടുവരാം. വരുന്ന നമ്മള് വരുന്ന അപ്പം വലിയ ബോട്ടുകൾ ഇങ്ങോട്ട് വരൂല അല്ലേ? അപ്പൊ ഇവിടെ കിടക്കാൻ ഭയങ്കര സുഖമായിരിക്കും. അതിന്റെ അപ്പുറത്തുള്ള വരില്ല, ചെറിയ വള്ളങ്ങൾ മാത്രമേ പോകുള്ളൂ. സത്യം പറഞ്ഞാൽ ഇവിടെ ക്യാമ്പ് ചെയ്യാനാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പിന്നെ ഇവിടുന്ന് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിടക്കുന്നത് നല്ലതല്ലേ അല്ലേ? അല്ല, എൻ്റെ അടുത്തേ അവിടുന്ന് പറഞ്ഞതേ, ഇവിടെ കിടക്കുമ്പോ ഇങ്ങനെ ബോട്ടുകൾ പാസ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ സ്റ്റേ ചെയ്യണ്ട, ഇവിടുന്ന് കയറി പോയിട്ട് ലെഫ്റ്റ് എടുത്തിട്ട്. അല്ല, ഞാൻ അപ്പോഴല്ലേ കിടക്കുക, കിടക്കുന്ന സമയത്ത് ഓളം വന്നിട്ടേ ചേച്ചി പറയുന്നേ ഉച്ചക്ക് ചോറ് കൊച്ചിന് ചോറ് തീറ്റിക്കാൻ ഞാൻ വീണ്ടും വരണോ. അപ്പോൾ ഈ പാലം ഇവിടെ ഉള്ളതുകൊണ്ട് വലിയ ബോട്ടുകളൊന്നും ഇതിനകത്തോട്ട് കയറി വരില്ല. അപ്പോൾ രാത്രി ഇവിടെ നിന്ന് കഴിഞ്ഞാലും വലിയ സീനില്ല എന്നാണ് പറയുമ്പോഴാണ് ഞാൻ ഈ ഒരു ഏരിയ കാണുന്നത്. ഇതിലൂടെ ഒരു ചെറിയ കൈവരി പോലത്തെ ഒരു തോട് പോകുന്നുണ്ട്. അപ്പോൾ ഒരു പരീക്ഷണ ഓട്ടം എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള സ്ഥലത്തോട്ടൊന്ന് ഇറങ്ങി നോക്കട്ടെ, എന്തൊക്കെ തടസ്സങ്ങളാണ്, എന്തൊക്കെയാണ് ഇതിനകത്തുള്ളൊരു ഫീലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോൾ ഇതുപോലെ പുഴ ചെറുതായിട്ടൊക്കെ വരുമ്പോൾ ചെറിയൊരു തോട്ടിലൂടെയൊക്കെ നമ്മൾ പോകേണ്ടി വരുമല്ലോ. അപ്പോൾ ഇപ്പോഴേ ഒരു ട്രയൽ റണ്ണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നടത്തി നോക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു പാലമുണ്ട്, അതുവരെ പോകാൻ പറ്റുള്ളൂ. രസമാണ്. ഇങ്ങനെയൊക്കെ സ്ഥലങ്ങൾ പോകുമ്പോൾ കമ്പും ചില്ലൊക്കെ ഇങ്ങനെ താഴെ കിടക്കുന്നുണ്ടാവും. അപ്പോഴാണ് ശരിക്കും നമ്മുടെ റൂഫിൻ്റെ ഹൈറ്റും ബാക്കി കാര്യം. ഞാൻ റിവേഴ്സ് എടുത്തോളാം, ഇതിനൊരു റിവേഴ്സ് ഉണ്ട്, വന്ന പോലെ തന്നെ പൊക്കോളാം. നോക്കട്ടെ, എന്തായാലും
കുറച്ച് ദൂരം ഒന്ന് പോവാം. ഇതിങ്ങനെ തിരിച്ചു വരുമ്പോൾ പ്രശ്നമായിരിക്കും. എപ്പോഴെങ്കിലൊക്കെ ഇതുപോലെ വന്ന് കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മളിതേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളോട് എങ്ങനെ കയറിപ്പോകുന്നുള്ള ഒരു പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടാണ് കയറിയത്. ഹായ്, ആൾക്കാർ കൊടുന്നു പുറത്തെ. അപ്പോൾ ഇങ്ങനെയുള്ള തോട്ടിലോട്ട് എത്താണെന്നുണ്ടെങ്കിൽ നമ്മളിതിട്ട് 4 കാല് ഊരിയിട്ട് പാലത്തിൻ്റെ അടി കൂടെ കയറാൻ പ്രയാസമാണ്. പക്ഷെ ഇത് റൂഫ് ഊരിയിട്ട് അപ്പുറത്തോട്ട് വെക്കേണ്ടി വരും. തോണി സെപ്പറേറ്റ് ആക്കിയിട്ടേ ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെ പോകാൻ പറ്റും. താങ്ക് യു. പെട്ടെന്ന് കച്ചറ കയറൂല്ലേ ഇങ്ങനെയുള്ള വഴി കൂടെ വരുമ്പോൾ? ഇതൊക്കെ അഴുക്കൊക്കെ ഉണ്ടാവും. വെള്ളം കുറവുള്ള എടുത്ത് വരുമ്പോഴേ അതിനെ പിടിച്ചില്ല. പന്തം മതി. കടലിയാ. മുട്ടും. ഓക്കെ, വൈകുന്നേരം വരെ സ്റ്റേ ചെയ്യാനുള്ള ഒരു തണൽ ഏരിയ കിട്ടി. തൽക്കാലം ഒരു മാഗി ആക്കി. ഒരു ചേട്ടൻ വരുന്നുണ്ട. ഞാൻ നേരത്തെ അവിടെ ചെന്നിട്ട് മീനെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവരേൽ കുക്ക് ചെയ്യാനേ നമുക്ക് ഉച്ചക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ചെന്നതാണ്. പുള്ളി പറഞ്ഞു ഞാൻ വീട്ടിൽ പോയി കൊഞ്ചൊലത്തിയതുണ്ട്, അത് എടുത്തിട്ട് നമുക്ക് വരാം, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, ഈ 2 കിലോ അരി ഇട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. ഞാനത്ര കാര്യമൊക്കെ എടുത്തില്ല, തമാശക്ക് പറയാവും, വരുത്തൊന്നുമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുക. പുള്ളി വരുന്നുണ്ട്. വായോ എൻ്റെ അടുത്ത് കക്കേ. ആഹാ, അടിപൊളി. ഇത് കയറിക്കോ, നോക്കി കയറണേ. വായോ ചോറ് റെഡിയാണ്, നമുക്ക് 2 കൂടി കഴിക്കാം. അവിടെ ഇരിക്കാൻ പറ്റില്ലേ? ഇത് കെട്ടിയിടണ തോണി കെട്ടിയിടണ. ഇങ്ങോട്ട് കയറിക്കോ, ഉള്ളി കയറിക്കോ. ഇവിടെ വരുന്നു, ഇവിടെ ഇരുന്നാ സുഖമായിട്ട് ഇരിക്കാം. എന്നാ അവിടെ തടഞ്ഞിട്ടോ. ഞാൻ ഇതിൻ്റെ മേലെ അതിഥി കേട്ടോ, നമ്മുടെ വീട്ടിലോട്ടുള്ള കറി തരിക്കണ് ഇവിടെ വെച്ചിട്ടുണ്ട്. പറ്റായാ ഇല്ലല്ലോ, ഉള്ളിക്കൂടെ ഒന്നുണ്ട് ഇതായിക്കോ, അല്ലെങ്കിൽ മേലെ കൂടെ വരും. ഉത്സവം പോണം. ഇത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഉണ്ടാവും ഉത്സവത്തിന്. പേര് ചോദിച്ചില്ല. പേരെന്താ പറഞ്ഞേ? സന്തോഷ്. നമ്മൾ 2-3 തവണ കണ്ടിട്ടുണ്ട് പാസ് ചെയ്ത് പോകുമ്പോ അല്ലേ? നമുക്ക് കുറച്ച് കാര്യം ഇടാം, കുഴപ്പമില്ല. എന്നിട്ട് ഇത് കുറച്ച് കഴിച്ചിട്ട് വേഗം ചേച്ചിയെടുത്ത് പോയിട്ട് ബാക്കി കഴിക്കാം. ചേട്ടനത് ചെമ്മീൻ ഒലത്തിയത്, കക്ക ഒലത്തിയൊക്കെ വന്നിട്ടുണ്ട്. കണ്ടാലും മറക്കൂല. ഇത് നമ്മൾ കഴിച്ചൊന്നും ശരിയായിട്ടില്ല, വീട്ടിൽ പോയിട്ട് നല്ലപോലെ കഴിച്ചോളണം. എൻ്റെ കഴിപ്പ് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. വരാം. ഇവിടെ കൊടുന്ന് കെട്ടുമ്പോൾ ആ ഭാഗത്തൊക്കെ വെള്ളം ഉണ്ടായിരുന്നാണ്. പിന്നെ ഇറങ്ങി പോയി ഫുള്ള് ഇതായി. അപ്പോൾ ഇത് ശരിക്ക് ചളിയിലങ്ങ് പോകുന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് വലിച്ചു കഴിഞ്ഞാൽ ഗിയറും ഷാഫ്റ്റും ഒക്കെ ബെൻഡാവും. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാനൊരു മാർഗം. ചളിയായിരുന്നു, അതിനുള്ളിൽ കാലൊക്കെ പോകുന്നു പോയി. നല്ലൊരു ഇത് നമ്മൾ തള്ളി ഇറക്കി കൊണ്ടുവന്നു. ഞാൻ കെട്ടുകൊണ്ട് അയച്ചിട്ട് നമുക്ക് ഇവിടുന്ന് യാത്ര തുടരാം. ഇവിടെ കുറച്ച് മീൻ കെട്ടുകളുണ്ട്. എന്തൊക്കെയാണ് സെറ്റപ്പുകൾ, ഇങ്ങനെയൊക്കെ പരിപാടികൾ നോക്കാൻ പോയിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ട് ഇട്ടേക്കുവാണ്. അപ്പോൾ ഇത് ഇളകി കഴിഞ്ഞാൽ അപ്പോൾ വീടുന്ന പറഞ്ഞത്. പതിയെ ഒന്ന് പൊക്കി നോക്കാം. ഇതാ ഈ രീതിക്കാണ്. അത്യാവശ്യം അടിയിലോട്ടുണ്ട് കേട്ടോ. ഇതെത്ര ഇതുണ്ട് താഴ്ച? ഒരെണ്ണം എത്ര ഹൈറ്റ് ചെയ്തേക്കണേ? 1 മീറ്റർ താഴ്ചയിട്ടല്ലേ? ഇതെത്ര സമയം എടുക്കും? ആപ്പിൾ മെയിൽ ഇതെല്ലാം ഒരേ ഇത് തന്നെയാണോ?
ഒറ്റ സൈസിലുള്ള ചെറിയ കുഞ്ഞുങ്ങൾ തന്നെയല്ലേ? ആയിട്ടുള്ളതൊന്നുമില്ലല്ലേ? ഹാർവെസ്റ്റിങ്ങിലും ടൈം എല്ലാം ഒരേ ബാച്ചിൽ, ഒറ്റ ബാച്ചിൽ? ഓ, അവിടെ വേറെ റെഡി ആകുന്നുണ്ടല്ലേ? ഇതിനകത്ത് എന്താ? കാളാഞ്ചി. മീൻ കൃഷിയുടെ പല പല രീതികളാണ്. വെള്ളത്തിലൂടെ തന്നെ ജീവിക്കുന്ന ജീവിതമാർഗം കണ്ടെത്തുന്ന കുറേ സംഭവങ്ങളാട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏട്ടൻ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു മെത്തേഡാണെന്ന് പറയണത്. വേറെ നിലവിലുള്ള മെത്തേഡ് മുന്നേ ചെയ്തത് അവിടെ ഒരു കുറ്റിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് റിപ്പീറ്റ് ഹാർവെസ്റ്റിംഗ് പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ പുള്ളി തന്നെ കണ്ടുപിടിച്ചൊരു പുതിയ മെത്തേഡാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ. എന്തായാലും അതൊരു പുതിയ അനുഭവമായിരുന്നു, പുതിയ അറിവായിരുന്നു. എവിടേക്കാ ചൂണ്ടിടാൻ പോണേ? ഓ, ബൈക്കിനാ? ഞാൻ വിചാരിച്ചു തോണിക്കാന്ന്. ആ, ഇതിനെങ്ങനെ പിടിക്കുക? ഓ, മേടിക്കണാണല്ലോ. മതി മതി മതി. ആ, താങ്ക് യു. ഒന്നല്ല വാലയില് ഒന്നല്ല തലയിലല്ലേ? അപ്പോൾ പോയിട്ട് കാളാഞ്ചിനൊക്കെ പിടിച്ചിട്ട് വാ. ആ, ഇവിടെ ഉള്ളതിനൊക്കെ ഞാൻ പിടിച്ചോളാം. ആ